പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയുടെ ഓഡിഷന് സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡയലോഗ്. അപ്പോൾ ഓഡിഷനെല്ലാം നല്ല രീതിക്ക് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെയും സംസാരിച്ച് നിർത്തിയേ, എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന കൂട്ടുകാരിയുടെ നാട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ആസ്വദിച്ച, അല്ലെങ്കിൽ എൻ്റെ കോർ മെമ്മറിയിലെ എത്ര കൊല്ലം കഴിഞ്ഞാലും മറക്കാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് താലോലിക്കുന്ന കുറച്ച് ഓർമ്മകളാണ് എൻ്റെ അമ്മയുടെ നാട്. കാരണം അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ പറഞ്ഞ ഫ്രണ്ടിൻ്റെ സ്ഥലവും. അപ്പോൾ അതെല്ലാം എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് തിരിച്ചു കിട്ടിയൊരു ആവേശമായിരുന്നു എനിക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ. ചുരുക്കി പറഞ്ഞ നാഗവല്ലിയുടെ കഥ കേട്ട ഗംഗയെ പോലെയായി എൻ്റെ മനസ്സ്. പിന്നീട് അങ്ങോട്ട് പോകാനും അവിടുത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഞാൻ വളരെയധികം ആവേശം കാണിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് എന്നെ ഇടയ്ക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയി. ഞാൻ ജനിച്ചു വളർന്ന നാട് ഒരു മെട്രോ സിറ്റി ഒന്നും അല്ലെങ്കിലും അവിടെ മൊത്തത്തിലൊരു സിറ്റി കൾച്ചറായിരുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് വളരെ സ്ലോ ആയിട്ട് തുടങ്ങുന്ന മോർണിംഗും എല്ലാ ദിവസവും പോയി കുളിക്കാൻ പറ്റുന്ന വീടിനടുത്തുള്ള ഒരു പുഴയും കുറച്ച് പശുക്കളും ഇതൊക്കെയാണ് എപ്പോഴും എൻ്റെ ഒരു ഇമാജിനേഷനിൽ വരുന്ന നാട്. അപ്പോൾ കഥ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ആ നാട്ടിലോട്ടാണ് നമ്മൾ കല്യാണത്തിനായിട്ട് പോകുന്നത്. കുറേ കാലങ്ങളായി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട്, അതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓർണമെൻറ്റ്സ് നോക്കാനായിട്ട് ഞാൻ ഓർണയിലും ഉർവശിയിലും എല്ലാം കയറി ഇറങ്ങി നടന്ന് ഭയങ്കരമായിട്ട് മടുത്തു. ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം ആയതുകൊണ്ട് പുറത്ത് എല്ലാവരും ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഒരു നെക്ലേസും അതിൻ്റെ പ്രൈസും കാണിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോട്ട് ചെയ്യണേ, കാരണം അതിനെപ്പറ്റി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വലിയ ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ ചുമ്മാ വാങ്ങിച്ചു.